നമസ്കാരം. സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ഒരു മൊത്തം അൺറിസേർവ്ഡ് കോച്ചുകൾ മാത്രം വെച്ചിട്ട് ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ട്രെയിനുകളാണ് അന്ത്യോദയ എക്സ്പ്രസ്. നമ്മുടെ മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് ഇപ്പോൾ 2 അന്ത്യോദയയാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. അതിൽ ഒരു അന്ത്യോദയക്ക് വീക്കിലി സർവീസ് നടത്തുന്ന അന്ത്യോദയുണ്ട്, ചൊവ്വാഴ്ച മാത്രം സർവീസ് നടത്തുന്നത് കൊച്ചുവേളിയിലേക്ക് പോകുന്നത്. ആ ഒരു വണ്ടിക്ക് നമുക്ക് മംഗലാപുരത്ത് നിന്ന് നേരെ കൊച്ചുവേളിയിലേക്ക് ഒരു യാത്ര നടത്തിയിട്ട് വരാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മംഗലാപുരം സെൻറ്ററിൽ നിന്ന് ഒരു ഓട്ടോയ്ക്ക് കയറിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മംഗലാപുരം ജംഗ്ഷനിലേക്ക് വന്നു. 130 രൂപ മേടിച്ചു കേട്ടോ. ഞാൻ റാപ്പിഡോയിൽ നോക്കി, അതും സെയിം റേറ്റാണ്. അതുകൊണ്ട് പിന്നെ റാപ്പിഡോ ബുക്ക് ചെയ്യാൻ നിന്നില്ല. ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല കിടിലൻ മഴ. ഇവിടുത്തെ ഓട്ടോ മഴക്കാലമായിട്ട് മര്യാദക്കുള്ള പ്ലാസ്റ്റിക് ഒന്നും ഇല്ലല്ലോ, മൊത്തം കീറിയല്ല. അതിലൂടെ വെള്ളം കയറുമല്ലോ ഉള്ളിലോട്ട്. മംഗലാപുരം ജംഗ്ഷൻ്റെ ആ ഒരു കെട്ടിടത്തിൻ്റെ പുറംവശത്തായിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാനായാലും വണ്ടി വന്നിട്ട് പോകാനായാലും അങ്ങനെ വലിയ കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഉള്ള സ്റ്റേഷനായത് മംഗലാപുരം ജംഗ്ഷൻ. നല്ല കിടിലനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഈ കാണുന്നതാണ് നമുക്ക് പോകേണ്ട അന്ത്യോദയ കേട്ടോ. ഇത് ഇന്ന് രാവിലെ ഇവിടെ എത്തിയതാണ്. ഇനി ഇവിടുന്ന് 3:15 നേരെ തിരുവനന്തപുരം നോർത്തിലേക്ക് എടുക്കും. പ്യുവർ അന്ത്യോദയയുടെ കോച്ച് കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് ആദ്യം. ഇപ്പം മൊത്തം പഴയ റെഡ് കളർ LHB കോച്ചുകളാണ്. പിന്നെ വേറൊരു ടൈപ്പും ഉണ്ട്, ഇത് ഈ ഒരു ടൈപ്പ് അന്ത്യോദയയുടെ കോച്ചും ഉണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ സാധാരണ LHB കോച്ചുകളാണ്, റെഡ് കളർ. ഇതാണ് അന്ത്യോദയ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ ടിക്കറ്റ് കേട്ടോ. 260 രൂപയാണ് മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് വരെ എനിക്കായിട്ടുള്ളത്. ഈ അന്ത്യോദയ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ട്രെയിനാണ് കേട്ടോ. അന്ത്യോദയയുടെ ടിക്കറ്റ് തന്നെ നിങ്ങൾ എടുക്കണം ഈ വണ്ടിക്ക് കയറുന്നുണ്ടെങ്കിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണേ. സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഒരു 2:30-2:45 ആവുന്ന സമയത്ത് ഈ ഒരു ബ്രേക്ക് എടുത്തിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉള്ളൂ. ഈ അന്ത്യോദയ എക്സ്പ്രസ്സുകൾ കൂടുതലും ഒരു ഓവർനൈറ്റ് വണ്ടികളാണ് കേട്ടോ. വൈകുന്നേരം സന്ധ്യാസമയത്ത് ഒരു സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി വേറൊരു സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു ടൈപ്പ് ട്രെയിനാണ് അന്ത്യോദയ. അതുകൊണ്ട് തന്നെ അന്തിക്ക് ഉദിക്കുന്ന, അതായത് അന്ത്യ ഉദയ, ആ ഒരു 2 വാക്കുകൾ ചേർത്തിട്ടാണ് അന്ത്യോദയ എന്ന പേര് ഈ ഒരു ട്രെയിന് കൊടുത്തത്. നിലവിൽ 13ഓളം അന്ത്യോദയ ട്രെയിനുകളാണ് ഇന്ത്യയിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി അന്ത്യോദയ എക്സ്പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2017 ഫെബ്രുവരിയിലാണ്. അതും നമ്മുടെ കേരളത്തിലെ എറണാകുളത്ത് നിന്നും വെസ്റ്റ് ബംഗാളിലെ ഹൗറയിലേക്ക് പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ് ആണ് കേട്ടോ. അതാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ അന്ത്യോദയ എക്സ്പ്രസ്. ഈ മംഗലാപുരത്ത് നിന്ന് തന്നെ തിരുവനന്തപുരം നോർത്തിലേക്ക് ഇപ്പം 2 അന്ത്യോദയാണുള്ളത്. ഒന്ന് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു അന്ത്യോദയ, ഇത് വീക്കിലി വണ്ടിയാണ്, എല്ലാ ചൊവ്വാഴ്ചയും മാത്രം സർവീസ് നടത്തുന്ന വണ്ടിയാണ്. ഇതിൻ്റെ വേറൊരു അന്ത്യോദയുണ്ട്, ബൈ വീക്കിലി വണ്ടി, അതായത് വീക്കിലി 2 തവണ സർവീസ് നടത്തുന്ന വണ്ടി. ആ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ 7ാമത്തെ അന്ത്യോദയ എക്സ്പ്രസ് ആണ് കേട്ടോ. 7ാമതായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അന്ത്യോദയായിരുന്നു നമ്മുടെ കേരളം മൊത്തം കവർ ചെയ്തിട്ട് ഓടിയിരുന്ന ആദ്യത്തെ അന്ത്യോദയ കേട്ടോ. അതിനുശേഷം ഇപ്പം 2026 മാർച്ചിലാണ് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു അന്ത്യോദയ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ നിലവിൽ ഇന്ത്യയിലെ 13ാമത്തെ അന്ത്യോദയ എക്സ്പ്രസ് കൂടിയാണ് നമ്മൾ ഈ പോകുന്ന ഈ ഒരു വണ്ടി കേട്ടോ. നമ്മൾ പോകുന്ന ഈ ഒരു അന്ത്യോദയ എക്സ്പ്രസിൻ്റെ നമ്പർ 163-14 എന്നാണ്. എല്ലാ ചൊവ്വാഴ്ചയും മംഗലാപുരം ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് ശേഷം 3:15 എടുത്തിട്ട് അടുത്ത ദിവസം രാവിലെ 4:45 ആവുന്ന സമയത്ത് പഴയ കൊച്ചുവേളി അല്ലെങ്കിൽ തിരുവനന്തപുരം നോർത്തിലേക്ക് ഈ വണ്ടി എത്തും. ടോട്ടൽ 628 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 13 മണിക്കൂർ 30 മിനിറ്റുമാണ് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു അന്ത്യോദയ എടുക്കുന്ന സമയം. ആഴ്ചയിലെല്ലാ ചൊവ്വാഴ്ചയും മാത്രമാണ് ഈ ഒരു അന്ത്യോദയ സർവീസ് നടത്തുന്നത്. അതുപോലെ കൊച്ചുവേളിയിൽ നിന്നും മംഗലാപുരത്തേക്ക് എല്ലാ തിങ്കളാഴ്ചയും സർവീസ് നടത്തുന്നു. 163-55, 163-56 ബൈ വീക്കിലി വണ്ടി, അതായത് ബൈ വീക്കിലി സർവീസ് നടത്തുന്ന അന്ത്യോദയ. ആ ഒരു അന്ത്യോദയമായിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് ഈ ഒരു വീക്കിലി അന്ത്യോദയ എക്സ്പ്രസ്. ഇതിൻ്റെ റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയില്ലേ, ആഴ്ചയിൽ 2 ദിവസം സർവീസ് നടത്തുന്നത്, ആ വണ്ടി എല്ലാ ഞായറും വെള്ളിയും മംഗലാപുരത്ത് നിന്നും കൊച്ചുവേളിയിലേക്കും എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും കൊച്ചുവേളിയിൽ നിന്ന് മംഗലാപുരം ജംഗ്ഷനിലേക്കും സർവീസ് നടത്തുന്ന വണ്ടിയാണ്. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു വീക്കിലി അന്ത്യോദയ എക്സ്പ്രസ് കോട്ടയം വഴി പോകുന്ന വണ്ടിയാണ്. ആലപ്പുഴ വഴിയല്ല, കോട്ടയം വഴി. എറണാകുളം ടൗണിൽ നിന്ന് നേരെ കോട്ടയം വഴി പോയിട്ടാണ് കൊച്ചുവേളിയിലേക്ക് പോകുന്നത്. അതുപോലെ മംഗലാപുരം ജംഗ്ഷനും തിരുവനന്തപുരം നോർത്തിനിടയ്ക്ക് 22 സ്റ്റേഷനുകളിലാണ് ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളത്. എന്നാൽ ഈ വണ്ടിയായിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ള മറ്റേ അന്ത്യോദയില്ലേ, ബൈ വീക്കിലി സർവീസ് നടത്തുന്ന അന്ത്യോദയ, ആ വണ്ടി പോകുന്നത് ആലപ്പുഴ വഴിയാണ്. ഈ വണ്ടീനേക്കാളും കുറവ് സമയം മതി ആ വണ്ടിക്ക് ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. വെറും 11 മണിക്കൂറും 50 മിനിറ്റും കൊണ്ടാണ് മംഗലാപുരം ജംഗ്ഷനിൽ തിരുവനന്തപുരം നോർത്തിലേക്ക് ആ ഒരു അന്ത്യോദയ എത്തുന്നത്. അതുപോലെ തന്നെ ആ വണ്ടിക്ക് ആകെ 11 സ്റ്റേഷനുകളിൽ മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത്. നമ്മുടെ വണ്ടിക്ക് കപ്പിൾ ചെയ്യാനായിട്ട് ഒരു ലോക്കോ വന്നിട്ടുണ്ട് കേട്ടോ. പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുമായിരിക്കും ഇപ്പോൾ.
2ാം നമ്പറിലേക്ക് തന്നെ ആയിരിക്കും മിക്കവാറും. ഒരു WP7 ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് ഉള്ള HRPT. ഞാൻ പറഞ്ഞില്ലേ, പക്ക അന്ത്യോദയയുടെ കോച്ചുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം ഈ കാണുന്ന ടൈപ്പ് LHB റെഡ് കളർ LHB കോച്ചുകളാണ്. അന്ത്യോദയ എന്നൊക്കെ പേര് മാത്രമേ ഉള്ളൂ ഗൈസ്. മൊത്തം അൺറിസർവ്ഡ് കോച്ചുകൾ വെച്ചിട്ട് ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ്. ഈ കാണുന്ന കോച്ച് കണ്ടോ, എന്താ കിടിലൻ കോച്ചല്ലേ. 2019 നിർമ്മിച്ച കോച്ചാണ്. കണ്ടാൽ പറയോ ഓവർഹോൾ എങ്ങാനും കഴിഞ്ഞതാ, അല്ലെങ്കിൽ അധികം യൂസ് ചെയ്യാതെ എവിടെയെങ്കിലും ഇട്ടിരുന്ന കോച്ച് ഇതിന് കൊടുത്തതായിരിക്കും. നല്ല കിടിലൻ, നല്ല ഫ്രഷ് കോച്ച്. ഓടാതിരുന്നതൊന്നും അല്ല കേട്ടോ. ആ വീലിൻ്റെ ആ ഒരു സൈഡും പിന്നെ ഡോറിൻ്റെ സൈഡൊക്കെ പഴയ പെയിൻറ്റ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഓവർഹോൾ കഴിഞ്ഞതാ, നല്ല കിടിലനായിട്ടുണ്ട്. നമ്മുടെ വണ്ടി അങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിവേഴ്സ് അടിച്ച് അങ്ങ് പോകുന്നുണ്ട്. ആ ഒരു ഓറഞ്ച് കളറ് പാൻറ്റോഗ്രാഫ് കണ്ടോ, അത് ഇപ്പോഴത്തെ പാൻറ്റോഗ്രാഫ് അങ്ങനെയാണ് കേട്ടോ. അത് ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് ആണേ, നോർമൽ അല്ല, ഹൈ റൈസാ. ഈ റോഡിൻ്റെ 37,149 P7 ആണ് നമ്മുടെ അന്ത്യോദയയുടെ സാരഥി കേട്ടോ. ഇതിൻ്റെ ഒരു ഓറഞ്ച് കളർ പാൻറ്റോഗ്രാഫ് ഞാൻ പറഞ്ഞില്ലേ, അത് ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് ആണ്. ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നറൊക്കെ പോകുന്ന റൂട്ടിൽ അങ്ങ് പൊക്കി വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് പാൻറ്റോഗ്രാഫിനെയാണ് ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് എന്ന് പറയുന്നത്. ആ ഒരു ഓറഞ്ച് കളർ പാൻറ്റോഗ്രാഫിന് മേഴ്സൺ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ, MERSEN, മേഴ്സൺ. പഴയ പാൻറ്റോഗ്രാഫ്, അതായത് ഹൈ റൈസ് ആണെങ്കിൽ റെഡ് കളറാണ് ഉണ്ടാവുന്നത്, ഇതിനിപ്പോൾ ഓറഞ്ചാണ് ഉള്ളത്. നമുക്കിനി ഏതെങ്കിലും ഒരു കോച്ചിൽ പോയിട്ട് കയറാം. ഇതിൽ കയറിയാലോ, ഇതിലല്ലെങ്കിൽ അതിൻ്റെ പുറകത്തേൽ കയറാം. ഈ കാണുന്നത് ഒരു 2024 മേഡ് കോച്ചാണേ. നമുക്ക് 3ാമത്തെ കോച്ച് പൊസിഷനിലുള്ള ഈ ഒരു കോച്ചിൽ കയറാം. ഇതും 2024 നിർമ്മിച്ച തന്നെയാണ്, സെക്കൻഡ് ക്ലാസ്. 3ഉം 2024 തന്നെയാണ്, ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള 3ഉം. പക്ഷെ നടുക്കുള്ള കോച്ച് ഒരു ഓറഞ്ച് ടൈപ്പ് പെയിൻ്റാണ് വരുന്നത്, ഒരു ഓറഞ്ച് റെഡാണ് വരുന്നത്. ഇവിടെ ഈ ഒരു മംഗലാപുരം ജംഗ്ഷനിൽ മറ്റേ റിട്ടയർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓൺലൈൻ ബുക്കിംഗ് ഒന്നുമില്ല, ഓഫ്ലൈൻ ബുക്കിങ്ങാണ്. അവിടുത്തെ നമ്പറിലൊക്കെ കൊടുത്ത് വിളിച്ച് കഴിഞ്ഞാൽ അവർ ബുക്ക് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. ഒരു തവണ ഞാൻ ഇവിടെ രാത്രിക്ക് എത്തിയ സമയത്ത് മറ്റേ അമൃത് ഭാരതിന് വന്നിട്ട് രാത്രിക്ക് ഇവിടെ എത്തിയിട്ട് റിട്ടയർ റൂം എടുക്കാൻ പോയപ്പോൾ അതൊക്കെ അടച്ചു പൂട്ടിയിട്ട് ആളെ ഇവിടെ പോയിട്ട് വെള്ളം അടിച്ചിട്ട് ഓഫായി. നല്ല ടീമല്ലേ കൊടുത്തിട്ടുള്ളത്, ആ ഒരു ടെൻഡർ കൊടുത്ത ടീം കിടിലനല്ലേ. എന്നിട്ട് ആ പുള്ളീനെ കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ വന്നിരുന്നു. 3:15 ഇവിടുന്ന് മംഗലാപുരം ജംഗ്ഷനിൽ ഡിപ്പാർട്ട് ആവേണ്ട അന്ത്യോദയ 5 മിനിറ്റ് ലേറ്റായിട്ട് 3:20 ആയപ്പോൾ ഡിപ്പാർട്ടായിട്ടുണ്ടേ. വണ്ടി ഇവിടുന്ന് എടുത്തപ്പോൾ തന്നെ നല്ല കിടിലൻ മഴ, അടിപൊളി. എന്തൊരു മഴയാ, ഫോൺ പുറത്തോട്ട് ഇടാൻ പറ്റണില്ല, ക്യാമറയിൽ വെള്ളം കയറിയിട്ട് ഒന്നും കാണുന്നില്ല, അതുപോലത്തെ മഴ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അന്ത്യോദയം, ഈ അന്ത്യോദയമായിട്ട് റൈഡ് ഷെയറിംഗ് ഉള്ള മറ്റേ അന്ത്യോദയ ഇല്ലേ, ആ വണ്ടിയും ഈ ഒരു 2 അന്ത്യോദയ എക്സ്പ്രസും ഓപ്പറേറ്റ് ചെയ്യുന്നത് തിരുവനന്തപുരം ഡിവിഷനാണ്. നമ്മുടെ പാലക്കാട് ഡിവിഷൻ്റെ വണ്ടിയല്ല, ട്രിവാൻഡ്രം ഡിവിഷൻ്റെ വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ കോച്ചിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നത് പഴയ കൊച്ചുവേളി, ഇപ്പോഴത്തെ തിരുവനന്തപുരം നോർത്തിൽ വെച്ചിട്ടാണ്. നിങ്ങളാ ഒന്നും കാണാത്ത ഒരു വിഷ്വൽ കണ്ടില്ലേ, അത് നമ്മുടെ നേത്രാവതി പുഴയാണ് കേട്ടോ. മഴ, കൊടും മഴ എന്ന് വെച്ചാൽ കൊടും ഭീകര മഴ.
മഴയായിട്ട് കാണുന്നില്ല. ഈ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല കാറ്റടിച്ചിട്ട്. എൻ്റെ പൊന്നെ. ആ ഒരു കൊടുംഭീകര മഴ പോയി കേട്ടോ. എന്തോ ഭാഗ്യ സമാധാനം. ശരിക്കും പേടിയാവുന്ന പോലത്തെ മഴ പെയ്ത്. എൻ്റെ ദൈവമേ. സമയം 3:45 ഉള്ളൂ. ആ മഴ പെയ്ത് പോയപ്പോഴേക്കും രാത്രി ആയതുപോലെ ഏകദേശം ഒരു 5:30-6 മണി ആവുന്ന സമയത്തുള്ള ഒരു കാലാവസ്ഥ പോലെ ഇപ്പൊ തന്നെ. നമ്മളിപ്പോൾ കുമ്പള സ്റ്റേഷനാണ് സ്കിപ്പ് ചെയ്തിട്ട് വന്നത്. ഈ ഒരു അന്ത്യോദയ എക്സ്പ്രസിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് വരുന്നത് കാസർഗോഡാണ്. അങ്ങനെ നമ്മുടെ അന്ത്യോദയ എക്സ്പ്രസിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായിട്ടുള്ള കാസർഗോഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ 3:59 എത്തേണ്ടത് കറക്റ്റ് 3:59 തന്നെ എത്തിയേ. ഓൺ ടൈമാണ്. കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കാഞ്ഞങ്ങാടാണ്. പിന്നെ പയ്യന്നൂർ, കണ്ണൂർ, തലശ്ശേരി, വടകര, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, തൃശ്ശൂർ, ആലുവ, എറണാകുളം ടൗൺ, കോട്ടയം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തടുത്ത് സ്റ്റോപ്പുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ കാസർഗോഡ് നിന്ന് ഡിപ്പാർട്ടായിരിക്കുകയാണ്. സമയം 4 മണി. അന്ത്യോദയയുടെ രണ്ടാമത്തെ സ്റ്റോപ്പായിട്ടുള്ള കാഞ്ഞങ്ങാട് എത്തിയിട്ടുണ്ട് നമ്മൾ. സമയം 4:17 ഇവിടെ എത്തിയപ്പോൾ പിന്നെയും മഴ പെയ്യാൻ തുടങ്ങി. ആ ഒരു ഓറഞ്ച് കളർ പാൻറ്റോഗ്രാഫ് ഉള്ളതിനെ മേഴ്സൺ പാൻറ്റോഗ്രാഫ് എന്നാണ് വിളിക്കുന്നത്. MERSEN, മേഴ്സൺ. അതൊരു ഫ്രഞ്ച് ബേസ്ഡ് കമ്പനിയാണ്. ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇലക്ട്രിക്കൽ സാധനം മെറ്റീരിയൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ് മേഴ്സൺ എന്ന് പറയുന്നത്. ഒരു മേഴ്സൺ ഗ്രൂപ്പ് നിർമ്മിച്ചെടുത്ത ഒരു പാൻറ്റോഗ്രാഫാണ് ആ കാണുന്നത്. ഓറഞ്ച് കളർ പാൻറ്റോഗ്രാഫ്, അല്ലെങ്കിൽ ഹൈറൈസ് പാൻറ്റോഗ്രാഫ് റെഡ് കളറാണ് ഉണ്ടാകുന്നത്. ഇത് മേഴ്സൻ്റേതായതുകൊണ്ട് ഓറഞ്ച് കളർ. ഇതിൻ്റെ പ്രത്യേകതകൾ മേഴ്സൺ പറയുന്ന വെച്ചാൽ എന്തെന്ന് വെച്ചാൽ ഹൈ ഡ്യൂറബിൾ ആയിരിക്കും. അത്യാവശ്യം കുറേ കാലം ഓടാൻ പറ്റുന്ന, യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പാൻറ്റോഗ്രാഫാണ്. ഹൈ ഡ്യൂറബിലിറ്റി കൂടാതെ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറയുന്നത് കണക്ഷനാണ്. ഇലക്ട്രിക്കൽ കണക്ഷൻ, OHE ലൈൻ, എൻജിന്
മുകളിൽ നിന്നല്ലേ കണക്ഷൻ എടുക്കുന്നത്, കറണ്ട് എടുക്കുന്നത്. ആ ഒരു OHE ലൈനും പാൻറ്റോഗ്രാഫും തമ്മിലുള്ള ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ മേഴ്സൺ പാൻറ്റോഗ്രാഫിന് ഭയങ്കര കൂടുതലായിരിക്കും എന്നാണ് മേഴ്സൺ പാൻറ്റോഗ്രാഫ് ഉണ്ടാക്കിയിരിക്കുന്ന മേഴ്സൺ കമ്പനി പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ ഇന്ത്യൻ ലോഗോകൾക്ക് മേഴ്സൺ പാൻറ്റോഗ്രാഫ് വെക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ സ്വന്തം സ്റ്റേഷനായിട്ടുള്ള പയ്യന്നൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ 4:39 എത്തേണ്ടത് 4:42 എത്തിയത്. ഒരു 3 മിനിറ്റിൻ്റെ ഡിലേ. എനിക്ക് ഇവിടുന്ന് പയ്യന്നൂരിൽ നിന്ന് കയറിയാൽ മതിയായിരുന്നു. ഞാൻ പിന്നെ മംഗലാപുരത്തേക്ക് പോയത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡേ ടൈമിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് നേരത്തെ ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ. ഇവിടുന്ന് പയ്യന്നൂരിൽ നിന്ന് കയറുകയാണെങ്കിൽ ഏകദേശം 4:45 ടൈമാവും. പിന്നെ 5:45, 6 മണി 6:30 ആവുന്ന സമയത്ത് ഇരുട്ടാവും. പിന്നെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ മംഗലാപുരത്തേക്ക് പോയത്. അങ്ങനെ പയ്യന്നൂർ നമ്മുടെ വണ്ടി ഡിപ്പാർട്ടായിട്ടുണ്ടേ. ഇവിടേക്ക് ഇപ്പം ചെന്നൈ എഗ്മോർ മംഗലാപുരം വരും. അതിനും തൊട്ട് പുറകിൽ ഇത് എത്തി. ചെന്നൈ എഗ്മോർ മംഗലാപുരം സെൻട്രൽ എക്സ്പ്രസ് ആണ് കേട്ടോ അത്. ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ നമ്മുടെ നിസാമുദ്ദീൻ മംഗള വരുന്നുണ്ട്. എറണാകുളം നിസാമുദ്ദീൻ മംഗള. അത് പഴയങ്ങാടി എത്തി. കണ്ണവരും സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ സ്പീഡൊക്കെ കുറഞ്ഞു. കാരണം നമ്മുടെ മുന്നിൽ കുറച്ച് മുന്നിലായിട്ട് മംഗലാപുരം തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ഉണ്ട് 163:48. അതൊരു 10 മിനിറ്റ് ഡിലേ അടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്. വളപട്ടണം പുഴയാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്തത്. പുഴയിലൊക്കെ നല്ലോണം വെള്ളം കയറി. ഇവിടെയൊക്കെ കുറേ ഫാക്ടറീസ് ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് ആ പുകയൊക്കെ പോകുന്നത് കാണുന്നത്. നമ്മളങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഓൺ ടൈമാണ് കേട്ടോ. പൂനെ ലോക്കോ ഷെഡിൻ്റെ പീസുവാനായിട്ട് പോയത് കാലിക്കറ്റ് KSR ബംഗളൂരു എക്സ്പ്രസ് ആണേ. ഇപ്പുറം നിൽക്കുന്നത് യശ്വന്ത്പൂർ എക്സ്പ്രസ്സാണ്, കണ്ണൂർ യശ്വന്ത്പൂർ. അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വണ്ടി ഡിപ്പാർട്ടായിട്ടുണ്ടേ. യശ്വന്ത്പൂരിൽ എക്സ്പ്രസ്സിൽ ഇപ്പോഴേ ആളൊക്കെ കയറി ഇരിക്കാൻ തുടങ്ങി.
കൃഷ്ണരാജപുരത്തിൻ്റെ P7 ആണ് യശ്വന്ത്പൂർ എക്സ്പ്രസിൻ്റെ ലോക്കോ. ഇനി നമ്മുടെ വണ്ടിക്ക് അടുത്ത് സ്റ്റോപ്പ് വരുന്നത് തലശ്ശേരിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വടകര, പിന്നെ കോഴിക്കോട്. അടുത്ത സ്റ്റേഷനായിട്ടുള്ള തലശ്ശേരി എത്തിയിട്ടുണ്ട്. ഇവിടെ 5:34 എത്തേണ്ടത് 5:37 എത്തിയ ഒരു 3 മിനിറ്റിൻ്റെ ഡിലേ, അത്രേ ഉള്ളൂ. വഡോദര ഇലക്ട്രിക് ലോക്കോ ഷെഡിൻ്റെ P7 പോയത് ജാംനഗർ എക്സ്പ്രസ് ആണ്. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ്. അതിന് കണ്ണൂരേ സ്റ്റോപ്പുള്ളൂ, തലശ്ശേരി ഒന്നും സ്റ്റോപ്പില്ലാത്തൊരു വണ്ടിയാണ് അത്. ആറ് മണി കഴിഞ്ഞ സമയം നമ്മൾ വടകര സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ കയറി. മൊത്തം ജനറൽ ആയതുകൊണ്ട് ഒറ്റ കോച്ചിൽ മാത്രമായിട്ട് അങ്ങനെ തിരക്ക് വരില്ല. എല്ലാവരും ഇങ്ങനെ ചെതറി ഓരോ കോച്ചിലേക്കായിട്ട് പോകും. നമ്മൾ വടകരയിൽ നിന്ന് ഡിപ്പാർട്ടായിട്ടുണ്ട്. EF12K ബിലായി ലോക്കോ ഷെഡിൻ്റെ അതും വെച്ചിട്ട് ഒരു BTPN ഫ്ലൈറ്റ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയി. EF12K എന്ന് പറയുന്നത് 2 WAG-9 ലോക്കോ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ലോക്കോ ആണ് കേട്ടോ. EF12K എന്ന് പറയും. നമ്മളെ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചവിട്ടിയ ഒരു WDG-4 അതെ അവിടെ കിടക്കുന്നത്. 126 നമ്പർ. അങ്ങനെ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ടാവും.
നമ്മൾ കോഴിക്കോടത്തെ ലേറ്റായി കേട്ടോ. മാതൃഭൂമിയുടെ ഓഫീസ് അതെ. ഇപ്പോൾ പോയ വണ്ടി P4 പോയത് കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് ആണേ. ആറ് 37 കോഴിക്കോട് കയറേണ്ട നമ്മൾ 6:52 ഇപ്പോൾ കയറിയിട്ടുണ്ടേ. ഇവിടുന്ന് കുറച്ച് ആൾക്കാർ കയറാനുണ്ടാവും എന്തായാലും. കോഴിക്കോട് നിന്ന് കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിന് മുകളിലും ബർത്തുള്ളതുകൊണ്ട് കുറേ ആൾക്കാർ കിടന്നുറങ്ങിയിട്ട് പോകാനായിട്ട് വരും. ബാക്കിയുള്ളതിന് സ്ലീപ്പറിന് ടിക്കറ്റ് എടുക്കണ്ടേ. കിടന്നുറങ്ങണേൽ ഇതിന് ഫ്രീ ആയിട്ട് കിടന്നുറങ്ങാം. ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് കിടന്നുറങ്ങിയിട്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് വണ്ടി അന്ത്യോദയ. എനിക്കാണെങ്കിൽ നല്ല തലവേദന എടുക്കുന്നുണ്ട്. കിടക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനില്ല. കുറച്ച് നേരം കൂടി ഷൂട്ട് ചെയ്തിട്ട് കിടക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ കോഴിക്കോട് നിന്ന് നമ്മുടെ വണ്ടി ഡിപ്പാർട്ടായിട്ടുണ്ട്. സമയം 6:58. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് തിരൂരാണേ. കോഴിക്കോട് നിന്ന് വിട്ടപ്പോൾ നല്ല മഴ പെയ്തു പിന്നെയും കേട്ടോ. ഇപ്പം പോയിട്ടുണ്ട്. മഴക്കാറ് പിടിച്ച ആകാശ, നല്ല കാർമേഘങ്ങൾ ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വാർത്തയാണ്. നാട്ടിൽ ലഹരിക്കെതിരെ പോരാട്ടം, വീട്ടിൽ MDMA കച്ചവടം. ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് MDMA കേസിൽ പിടിയില്ല. ഇതൊക്കെ ഏത് യൂണിവേഴ്സിടാ? എന്തൊക്കെ തരം ആൾക്കാരല്ലേ. താനൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നമ്മളെ പിടിച്ചു കേട്ടോ. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ മറ്റേ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് തിരൂർ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇനി അത് അവിടുന്ന് ഡിപ്പാർട്ടായി പോയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് വിടാൻ വേണ്ടിയിട്ട്. ആ വണ്ടീനെയാണെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ ഇതിന് അവസരമില്ല. ആ വണ്ടിക്കാണ് എല്ലാ സ്ഥലത്തും ആദ്യം സ്റ്റോപ്പ് ടൈം സ്ലോട്ട് അതിന് ആദ്യം ഉള്ളത്. അത് കഴിഞ്ഞ പിന്നെയാണ് ഈ വണ്ടിക്ക് അന്ത്യോദയക്ക് എല്ലായിടത്തും സ്റ്റോപ്പ് ഉള്ളത്. അതുകൊണ്ട് അതിൻ്റെ പുറകെ ഉരുട്ടി പോകേണ്ടി വരും. അങ്ങനെ 22 മിനിറ്റ് ഡിലേ അടിച്ചിട്ട് നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 7:28 എത്തേണ്ടതാണ്. ഇപ്പോൾ 7:50. ഇവിടെയും നല്ല മഴയാണ്. കേരളത്തിൽ മൊത്തം നല്ല മഴയാന്ന് തോന്നുന്നു. മംഗലാപുരത്തു നിന്ന് തുടങ്ങിയ മഴയാണ്, ഇതുവരെ നിന്നിട്ടില്ല. അവിടെ ഇവിടെയും ഓരോ മഴ. AC നോൺ AC റൂമെന്നേ ഉള്ളൂ. റൂമിൻ്റെ എവിടെ പോയി? എമ്മിന് ലൈറ്റ് കത്തണില്ല. നിങ്ങൾക്ക് എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കൊക്കെ ഓവർനൈറ്റ് വണ്ടിക്ക് തിരക്കാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ട് ഇരുന്നിട്ടും അല്ലെങ്കിൽ കിടന്നുറങ്ങിയിട്ടൊക്കെ പോകണമെങ്കിൽ ഈ വണ്ടി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഇപ്പം തന്നെ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലം ഈ ഒരു കോച്ചിൽ തന്നെ ബാക്കിയുണ്ട്. അപ്പം ഈ വണ്ടിക്ക് എത്ര ജനറൽ ക്ലാസ് ഉണ്ട്, അതിലെല്ലാം കൂടി സ്പേസ് നിങ്ങൾ നോക്ക് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. തിരൂരിൽ നിന്ന് അങ്ങനെ ഡിപ്പാർട്ടായിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് ഷൊർണൂർ ജംഗ്ഷനാണ്. 8:50 ഷൊർണൂരിൽ കയറാനുള്ള ടൈം ഇതിന് കൊടുത്തിട്ടുള്ളത്. പള്ളിപ്പുറം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നമ്മളെ ചവിട്ടി കേട്ടോ. സമയം ഇപ്പം 8:25. കൂരിരുട്ട്. മഴക്കാറായതുകൊണ്ട് നക്ഷത്രങ്ങളൊന്നും കാണാനില്ല. നക്ഷത്രങ്ങളും ചന്ദ്രനെയും ആരെയും കാണുന്നില്ല. ഇരുട്ടും മറ്റേ ചീവീടിൻ്റെ സൗണ്ടും. അപ്പുറത്തൊക്കെ ഫുള്ള് കാടാണ്. അവിടെ നിന്നൊക്കെ ചീവീടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്.
16307 ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ് പോയത് കേട്ടോ. നല്ല കടുക്കിട്ട് സൗണ്ടൊക്കെ ആയിട്ട്. ഒരു P7 ആയിരുന്നു അതിൻ്റെ ലോക്കോ. സമയം 8:52. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണേ. ഇപ്പുറത്തത് തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് കിടക്കുന്ന 163:48. ഈ വണ്ടി കാരണം നമ്മളിങ്ങനെ ഉരുട്ടി വന്നത്. അങ്ങനെ 8:54 ഷൊർണൂരിൽ കയറിയിട്ടുണ്ട്. കയറി ഇവിടുന്ന് ഇനി തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ആണ് ആദ്യം വിടുന്നത് കേട്ടോ. അപ്പുറം കിടക്കുന്ന വണ്ടി അതിൻ്റെ പുറകിലേ നമ്മളെ വിടുള്ളൂ. ഇനി ഞാൻ പോയിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഷൊർണൂരിൽ നിന്ന് ഒരു ചപ്പാത്തിയും കടലക്കറിയും മേടിച്ചു, 70 രൂപ. എന്നിട്ട് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. തലവേദന കുറഞ്ഞു എന്തോ ഭാഗ്യത്തിന്. ഞാൻ പോയിട്ട് കുറച്ച് ഫയൽസ് ലാപ്ടോപ്പിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ. അങ്ങനെ 4:15 ആയപ്പോൾ നമ്മൾ തിരുവനന്തപുരം നോർത്തിലെത്തി കേട്ടോ. നമ്മുടെ വണ്ടിയിൽ ഏകദേശം ഒരു 75% ആൾക്കാർ എറണാകുളത്തൊക്കെ ആയപ്പോൾ ഇറങ്ങിപ്പോയി. ബാക്കി മൊത്തം വേക്കൻ്റ് ആയിരുന്നു. അതിന് ശേഷം ഈ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറാം കേട്ടോ. നമ്മുടെ എറണാകുളം ഹൗറ അന്ത്യോദയ പോലത്തെ വണ്ടിയൊന്നുമല്ല, അങ്ങനെ വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വണ്ടിയാണ്, കേരളം മെയിൻ്റനൻസ് ചെയ്യുന്ന വണ്ടിയാണ്. അതുകൊണ്ട് ഒട്ടും പേടിക്കാതെ ധൈര്യമായിട്ട് യാത്ര ചെയ്യാം. രാവിലെ 4:30 തിരുവനന്തപുരം നോർത്തിലെ കാഴ്ചയാണിത്. ഇത് നമ്മൾ വന്ന അന്ത്യോദയ എക്സ്പ്രസ് ആണേ. അതിന് തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ കാസർഗോഡ് വന്ദേ ഭാരതിൻ്റെ റേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടുന്ന് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. ഇനി ഇവിടുന്ന് നേരെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോയിട്ട് അവിടുന്ന് 5:15 ഇത് ഡിപ്പാർട്ടാവും. ഇതേ നമ്മുടെ കേരള എക്സ്പ്രസിൻ്റെ ട്രെയിൻ ബോർഡ് ഇവിടെ വെച്ചിട്ട് തിരുവനന്തപുരം സെൻട്രൽ ന്യൂഡൽഹി കേരള എക്സ്പ്രസ് CDO TVCN. അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്നത് കേരള എക്സ്പ്രസിൻ്റെ റേക്കിൻ്റെ മെയിൻ്റനൻസ് വാഷിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. കൊച്ചുവേളിയിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത്. തിരുവനന്തപുരം നോർത്ത് നിന്ന് അമൃത്സറിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ആണ് ഇത്. ലുധിയാന ലോക്കോ ഷെഡിൻ്റെ P7 ആണ് കേട്ടോ. അതിൻ്റെ സാരഥി 304-14 നമ്പർ HRPT ഒക്കെ ഉള്ള ലോക്കോയാ, ലുധിയാന ലോക്കോ ഷെഡിൻ്റെ. തൊട്ടിപ്പുറത്തായിട്ട് RPMൻ്റെ ഒരു P7 കൂടി ഉണ്ട്, 390-64 നമ്പർ. തൊട്ടിപ്പുറം കിടക്കുന്ന റേക്ക് ഏതാന്ന് വെച്ചാൽ നമ്മുടെ ഗരീബ് രഥിൻ്റെ ആണ് കേട്ടോ. ലോക്മാന്യ തിലക് ടെർമിനസിൽ നിന്നും തിരുവനന്തപുരം നോർത്തിലേക്ക് വരുന്ന ഗരീബ് രഥ് എക്സ്പ്രസ്, അതിൻ്റെ റേക്കാണിത്. അപ്പോൾ നമ്മുടെ അന്ത്യോദയ എക്സ്പ്രസിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ തിരുവനന്തപുരം നോർത്തിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒരു അടിപൊളി യാത്രയായിരുന്നു, നല്ല സുഖമുള്ള വണ്ടിയായിരുന്നു. ഞാൻ എൻ്റെ ബാഗ് മുകളിലുള്ള ബർത്തിൻ്റെ മുകളിൽ മംഗലാപുരത്ത് നിന്ന് കയറിയപ്പോഴേ വെച്ചിരുന്നു. എന്നിട്ട് ഷൊർണൂർ എത്തിയപ്പോൾ കയറി കിടന്നു. സീറ്റിൽ താഴെയുള്ള സീറ്റിലൊന്നും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, എല്ലാവരും കിടന്നിട്ടാണ് വന്നത്. നല്ല ഫ്രീ ആയിട്ട് കിടന്നിട്ട് വരാൻ പറ്റുന്ന ഒരു അൺറിസർവ്ഡ് വണ്ടിയാണ് നമ്മുടെ അന്ത്യോദയ. ഇതുവരെ യാത്ര ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോവാണ്. നമ്മുടെ കാലിക്കറ്റ് JS കയറിയിട്ട് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. കാലിക്കറ്റ് JSൻ്റെ വീഡിയോ ആയിരിക്കും അടുത്ത് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ആ ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.